എന്താ രാമേന്ദ്ര പ്രശ്നം? അതറിയാൻ വഴിയൊന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്. ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. താങ്ക് യു പ്രേക്ഷകർക്കൊക്കെ താങ്ക് യു. ഇനി അടുത്ത ആഴ്ച എന്നെ ഇഷ്ടമായാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഇത് കാണാൻ എനിക്ക് ഭാഗ്യം നൽകുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. കയ്യടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം അത് അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. അടുത്ത ആഴ്ച എന്നെ ഇഷ്ടമായാലും എനിക്ക് പ്രശ്നമില്ല. അക്ഷരം പോലും തെറ്റിയില്ല. പ്രേക്ഷക വിധി ഞാൻ വായിക്കാം. മസ്താനി, യു ആർ എവിക്റ്റഡ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഫസ്റ്റ് വീക്ക് ഞാൻ ഓൾറെഡി സേവ് അല്ല, പിന്നെ ഇപ്രാവശ്യം ഇവരെന്നെ വോട്ട് ചെയ്ത് ഔട്ടാക്കിയല്ലോ. നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. മസ്താനി ഭയങ്കരമായിട്ട് അതിൽ ഉപദ്രവിച്ചോ? നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല, ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ വയറിന്റെ അവിടെ ആ ഒരു പ്രഷർ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ ഒരു ടച്ച് എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബിംഗ് എനിക്ക് തോന്നി. അപ്പൊ എന്റെ തോട്ടിന്റെ പ്രശ്നമാണോ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? അദ്ദേഹം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണോ പിടിച്ചത് നിങ്ങളെ? അതെനിക്ക് ഇപ്പോഴും അറിയാം. എനിക്ക് ആ ടച്ച് എനിക്ക് കുറച്ച് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലക്ഷ്മിയോട് ചോദിക്കുന്നതിന് മുമ്പ് എന്താണ് നടന്നതെന്ന് നമുക്ക് കാണണോ? ബാക്കി വന്നേ, നമുക്ക് നോക്കാം. നന്നായിട്ടുണ്ട്. നീ ഒരു അറിയാണ്ടടാ. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അപ്പൊ തട്ടിപ്പാണല്ലേ? പറ്റിപ്പോയി സാർ. അയാൾ തട്ടി വീഴാൻ പോയി. അപ്പൊ അയാൾ പിടിച്ചു. അയാൾ പിടിച്ചില്ലായിരുന്നു, ഒരുപക്ഷെ അയാൾ താഴെ വീണേനെ. കറക്റ്റ് ആണല്ലേ? കറക്റ്റാ, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. സുനിലിനെ പറ്റി പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണയില്ല. നന്ദിയുണ്ട്. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്, ഇറങ്ങാൻ, ഇറങ്ങണേ. പ്രേക്ഷക വിധി ഞാൻ വായിക്കാം. മസ്താനി, യു ആർ എവിക്റ്റഡ്. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. നല്ല രീതിയിൽ മസ്താനി പോയി. സത്യം പറഞ്ഞു ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൻ ചേട്ടൻ എപ്പോഴും പറയല്ലേ കർമ്മ ഇസ് റിയൽ, കർമ്മ ഇസ് റിയൽ ആൻഡ് കർമ്മ ഇസ് റിയൽ. അതുകൊണ്ടാണ് മസ്താനി പോയത്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. എന്താ പിന്നെ ബാക്കി നാളെ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?